എല്ലാവർക്കും നമസ്കാരം. KSEBയിൽ വൻപൻ റിക്രൂട്ട്മെന്റ് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇതൊരു വലിയ അവസരമാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് അഥവാ KSEBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ മസൂദർ തസ്തികയിലേക്ക് കേരള PSC വഴി പുതിയ നിയമന വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 985 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SSLC യോഗ്യതയുള്ളവർക്കും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന മികച്ച സർക്കാർ ജോലി അവസരമാണിത്. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ KSEBയിലെ ജോലി എപ്പോഴും വലിയ ഡിമാൻഡുള്ളതാണ്. കാരണം മികച്ച ശമ്പളവും സർക്കാർ ആനുകൂല്യങ്ങളും കൂടാതെ സ്ഥിരതയുള്ള ജോലി ജീവിതവുമാണ് KSEB ജോലികളുടെ പ്രധാന പ്രത്യേകത. ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിന് 24,400 മുതൽ 43,600 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക. കൂടാതെ DAHRA, പെൻഷൻ ബെനിഫിറ്റ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് തുടങ്ങിയ നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത SSLC പാസ്സായിരിക്കണം എന്നതാണ്. അതിനൊപ്പം ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പലർക്കും IT ഇലക്ട്രീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ടും നല്ല സർക്കാർ ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരക്കാർക്ക് ഇത് വലിയ അവസരമായി മാറും. ഇനി ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി കാണാം. പ്രായപരിധി സാധാരണയായി 18 മുതൽ 40 വയസ്സ് വരെയാണ്. എന്നാൽ SC, ST, OBC ഉൾപ്പെടെയുള്ള സംവരണ ഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം വയസ്സിളവ് ലഭിക്കും. PSC ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള PSC തുളസി പ്രൊഫൈൽ വഴിയാണ്. പുതിയ ഉദ്യോഗാർത്ഥികൾ ആദ്യം ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ശേഷം കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഫീസ് ഇല്ലാത്തത് ഈ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ KSEBയിൽ നിയമനം നടക്കുന്നത് വലിയ രീതിയിലാണ്. കേരളത്തിലെ വൈദ്യുതി വിതരണ ശൃംഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിരവധി തൊഴിലാളി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലൈൻ മെയിന്റനൻസ്, വൈദ്യുതി ബന്ധിപ്പിക്കൽ, ഫീൽഡ് വർക്ക് തുടങ്ങിയ മേഖലകളിലാണ് ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ സേവനം പ്രധാനമായും ആവശ്യമായിരിക്കുന്നത്. സുഹൃത്തുക്കളെ, PSC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത അവസരമാണ്. കാരണം SSLC അടിസ്ഥാന യോഗ്യതയുള്ള വലിയ സർക്കാർ റിക്രൂട്ട്മെന്റുകൾ ഇന്ന് വളരെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് IT ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ഉള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. പരീക്ഷയിൽ പൊതുവിജ്ഞാപനം, കേരള ചരിത്രം, കറണ്ട് അഫയേഴ്സ്, ഇലക്ട്രീഷ്യൻ ട്രേഡ് സംബന്ധിച്ച അടിസ്ഥാന ചോദ്യങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇപ്പോഴേ പഠനം ആരംഭിക്കുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. മുൻവർഷ PSC ചോദ്യങ്ങൾ പരിശീലിക്കുക. ഇലക്ട്രീഷ്യൻ ട്രേഡ് തിയറി ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക. കേരളത്തിലെ യുവാക്കൾക്കായി KSEB ജോലി എപ്പോഴും സ്വപ്ന ജോലിയാണ്. സ്ഥിര വരുമാനവും സുരക്ഷിത ജോലിയും സർക്കാർ ആനുകൂല്യങ്ങൾ, ഭാവി പെൻഷൻ സാധ്യത എന്നിവയെല്ലാം ചേർന്നാൽ ഇതൊരു മികച്ച കരിയർ അവസരമാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്തതിനാൽ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ PDF ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ വിവരങ്ങളും പരിശോധിക്കുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ ഫിറ്റ്നസ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നിവ ശ്രദ്ധാപൂർവ്വം വായിക്കുക. ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 2026 ജൂൺ 3-ാം തീയതിയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.